എന്നിട്ട് പ്രോജക്റ്റ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവിയിൽ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് ഈ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കാര്യം മുമ്പോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെല്ലാം അന്വേഷണം, എന്തെല്ലാം പരിശോധന ഇനിയും വേണോ അതൊക്കെ നടത്തി ഫലപ്രദമായ രീതിയിൽ പ്രോജക്റ്റ് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതിൻ്റെ മറവിൽ പ്രോജക്റ്റ് അവസാനിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ സമീപനമായിരിക്കില്ല. എന്നാൽ ഇപ്പോഴും തന്നെ പ്രോജക്റ്റ് ഇന്നത്തെ പോലെ തന്നെ തുടരണം എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നത്. നല്ല പരിശോധന, ആവശ്യമായ എല്ലാ തരത്തിലുള്ള പരിശോധനയും നടത്തി ഫലപ്രദമായി കാലാവസ്ഥ മാറുന്ന സാഹചര്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായ മുൻകരുതലോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും MP ജയരാജനും ഞാനും കൂടിയാണ് രാവിലെ 9 മണി മുതൽ ഇവിടെയുള്ള CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ സഹോദരൻ ശശി ഉൾപ്പെടെ ഈ പ്രദേശങ്ങളെല്ലാം പോയത്. അപ്പോൾ മീനാക്ഷി പാലത്തിൻ്റെ ചുറ്റുവട്ടത്തിലാണിപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ മൺകൂനയായിട്ട് മാറിയിരിക്കുകയാണ് മീനാക്ഷി പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് 2 ഭാഗങ്ങളിൽ. ഇപ്പോഴ് ഞങ്ങൾ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു ബോഡി കൂടി ലഭിക്കുകയുണ്ടായി. ഇപ്പോഴ് 4 പേരെ കണ്ടെത്താനും അവരുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ കണക്കനുസരിച്ച് ഇനിയും 4 പേരാണ് കണ്ടെത്താനുള്ളത്. ആ 4 പേരെ സംബന്ധിച്ചും വ്യക്തമായ ചിത്രം അവരെ കമ്പനിയുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ മഴയുണ്ട്. മഴയുള്ളപ്പോൾ തന്നെയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവിടെ ഫലപ്രദമായിട്ട് തന്നെ യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തി വരുന്നത്. വലിയ ദുരന്തമാണ് സംഭവിച്ചത്. 4 ആളുകളുടെ ജീവൻ പൊലിഞ്ഞതിൻ്റെ കൃത്യമായിട്ടുള്ള വ്യക്തതയോടുകൂടിയുള്ള വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി 4 ആളെ കൂടി കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യോജിച്ച പ്രവർത്തനം എല്ലാ മേഖലയിലും ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ 45-ലധികം വരുന്ന കുടുംബങ്ങൾ മാറ്റി പാർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഉന്നതികളിൽ താമസിക്കുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ 6 കുടുംബങ്ങൾ അവരും ഉണ്ട്. ഉന്നതിയിലുള്ളവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇനിയും അവിടെ താമസിക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യം തന്നെയാണ് എന്നാണ്. ഇവിടെ താമസിക്കുന്നതിൻ്റെ തൊട്ടപ്പുറവും ഇപ്പുറമൊക്കെയായി വലിയ കുത്തൊഴുക്കും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രകൃതി ദുരന്തവും നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ട് മാറ്റി താമസിക്കേണ്ടി വരും എന്ന് തന്നെയാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ പുനരധിവാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഉന്നതിയിലെ മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കാരണം അവർ ഈ മല ഇടിഞ്ഞ് വെള്ളവും അതുപോലെ തന്നെ മണ്ണും ഒഴുകി വന്നതിൻ്റെ തൊട്ട മേലെ തന്നെയാണ് അവരുടെ വാസസ്ഥലം. അപ്പോൾ അവർക്കവിടെ ഇനി അങ്ങോട്ട് തിരിച്ചു പോയി അവിടെ താമസിക്കുക എന്ന് പറയുന്നത് സാധാരണ നിലയിൽ സാധിക്കുന്നതല്ല. അവരാ ഭീതിയാണ് ഞങ്ങളോട് പങ്കുവെച്ചത്. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും അവർ രക്ഷപ്പെട്ട് അവർ അപ്പോൾ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. മറ്റുള്ള ആളുകളുടെയും ഈ പ്രൊജക്റ്റിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളുടെ താമസ സൗകര്യവും പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അതെല്ലാം ഗൗരവപൂർവ്വം ആലോചിച്ച് അവരെയും പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം ഗവൺമെൻറ് എന്ന രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇപ്പോഴെല്ലാവരും ചേർന്നുകൊണ്ട് ഫലപ്രദമായ രീതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി മുമ്പോട്ടേക്ക് പോകണം. കാരണം ഇനിയും 4 പേരെ കണ്ടെത്താൻ ബാക്കി കിടക്കുകയാണ്. തൽക്കാലത്തേക്ക് റോഡ് സൗകര്യമായി എന്ന് മാത്രമേ ഉള്ളൂ. ആ പാലവും കഴിഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റ് വരെ അതിൻ്റെ ഏതാണ്ട് ഒരു ഭാഗം വരെ മണ്ണും ചളിയും കൊണ്ട് മൂടിയതായിരുന്നു. അതൊക്കെ ഇപ്പോൾ കുറേ മാറ്റി ഗതാഗത യോഗ്യമായിട്ടുണ്ട്. എന്നാൽ പോലും വളരെ വലിയ പ്രയാസം ആ പ്രദേശത്തുള്ള താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്
മാറ്റിപ്പാർപ്പിക്കപ്പെട്ട കുടുംബങ്ങളെല്ലാം പറഞ്ഞത് അതുതന്നെയാണ്, പ്രയാസകരമാണ് എന്നതാണ്. അത് ഗൗരവപൂർവ്വം കാണണം. ആവശ്യമായ പരിശോധന അതുപോലെ തന്നെ അന്വേഷണം നടത്തുകയും വേണം. എന്നിട്ട് പ്രോജക്റ്റ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവിയിൽ ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് ഈ പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കാര്യം മുമ്പോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തെല്ലാം അന്വേഷണം, എന്തെല്ലാം പരിശോധന ഇനിയും വേണോ അതൊക്കെ നടത്തി ഫലപ്രദമായ രീതിയിൽ പ്രോജക്റ്റ് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതിൻ്റെ മറവിൽ പ്രോജക്റ്റ് അവസാനിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ സമീപനമായിരിക്കില്ല. എന്നാൽ ഇപ്പോഴും തന്നെ പ്രോജക്റ്റ് ഇന്നത്തെ പോലെ തന്നെ തുടരണം എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നത്. നല്ല പരിശോധന, ആവശ്യമായ എല്ലാ തരത്തിലുള്ള പരിശോധനയും നടത്തി ഫലപ്രദമായി കാലാവസ്ഥ മാറുന്ന സാഹചര്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആവശ്യമായ മുൻകരുതലോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ